ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പുതിയ SCERT ചാപ്റ്റേഴ്സാണ്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ SCERT ചാപ്റ്റേഴ്സ് കമ്പനി ബോർഡ് LGSമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ SCERT ചാപ്റ്ററും അതുപോലെ തന്നെ പഴയ SCERT ചാപ്റ്ററും നമുക്ക് എല്ലാ SCERT ചാപ്റ്റേഴ്സും പഠിക്കണം. അപ്പോൾ ഈ ഒരു SCERT ചാപ്റ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ ഏതൊക്കെയാണ്, ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് വരുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സുകൾ കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം. അതിന് ചാപ്റ്റേഴ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് നമ്മൾ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ടാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ 2 ക്ലാസ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. PSC ചോദിച്ച് 2019 മുതൽ 2026 വരെ PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് SCERT ചാപ്റ്റേഴ്സാണ്. അപ്പോൾ കേരള ജോഗ്രഫിയിൽ നിന്നും, അതായത് കേരള ഭൂമി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട PSC ചോദിക്കാവുന്ന SCERT ചാപ്റ്റേഴ്സാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCERT ക്ലാസ്സുകളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേരള ജോഗ്രഫി ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അധികം ചാപ്റ്റേഴ്സ് വരുന്നില്ല. നമുക്കറിയാം ഈ കേരള ജോഗ്രഫിയിലാണ് എന്തൊക്കെ വരുന്നത്, കൃഷിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. അത് കേരളവുമായി ബന്ധപ്പെട്ട് കേരള ഭൂമി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ അങ്ങനെ ചെറിയ ചാപ്റ്റേഴ്സ് മാത്രമാണ് നമുക്ക് ഈ കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് കേട്ടോ, SCERT ചാപ്റ്റേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. എന്നാൽ ഇന്ത്യൻ ജോഗ്രഫി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഉണ്ട് പഠിക്കാനായിട്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ എന്തായാലും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ SCERT ചാപ്റ്റേഴ്സ് തരുന്നതായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഒരു ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യണോ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം ക്ലാസ്സുകളിൽ കൂടെ കംപ്ലീറ്റ് ചെയ്യണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം ഒറ്റ വീഡിയോയിലാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ലെങ്ത് ഉണ്ടായിരിക്കും. കാരണം ഇപ്പോൾ നമുക്ക് കേരള ജോഗ്രഫി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം സബ്ജക്റ്റുകളില്ല. എന്നാൽ നമുക്ക് നോക്കിയൊക്കെ ഇന്ത്യ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ കുറച്ചധികം ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റേഴ്സ് നമുക്ക് ഒരു വീഡിയോയിൽ തന്നെ ചെയ്യണോ, അത് നമുക്ക് ഇങ്ങനെ ഓരോ ദിവസം ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് ചെയ്യണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് PSC പഠിക്കുന്നവർക്കായിട്ടുള്ള SCERT ക്ലാസ് ആണ്. അതായത് നമ്മൾ ഡീപ്പായിട്ട് എടുത്തു പോകുന്നില്ല. പ്രധാനമായിട്ടും PSC ചോദിക്കാവുന്ന SCERT പോയിൻറ്റ്സ് മാത്രമാണ് ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ വന്നിരിക്കുന്നത് നാടറിയാം എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. ഇതിൽ മാതൃവന്ദനത്തിൽ നിന്ന് വെള്ളത്തോൾ നാരായണ മേനോൻ്റെ ഒരു ചെറിയൊരു കവിത തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് വെച്ചാൽ എന്താണ്, വൈവിധ്യമാർന്ന ഭൂസവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ് കേരളത്തിൻ്റെ ഈ ഭൂപ്രകൃതി അല്ലേ. എന്തൊക്കെയാണ്, കിഴക്ക് ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, അതിൽ നിന്ന് ഒഴുകിയെത്തുന്ന നിരവധി പുഴകൾ, ഓളപ്പരപ്പിലൂടെ വഞ്ചികൾ ഒഴുകി നീങ്ങുന്ന കായലുകൾ, പടിഞ്ഞാറ് നീണ്ടു പരന്നു കിടക്കുന്ന കടൽ തീരം, വയലുകൾ, സമതല പ്രദേശങ്ങൾ, എങ്ങും പച്ചപ്പ്, സുഖകരമായ കാലാവസ്ഥ, നമ്മുടെ കേരളം എത്ര സുന്ദരമാണ്. ഇനി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ എത്രയായിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും? 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. എങ്ങനെയൊക്കെയാണ്? മലനാട് എന്ന് വെച്ചാൽ ഏതാണ്? ഈ ഒരു ഭാഗമാണ് അല്ലേ. പച്ച കാണുന്നതാണ് എന്ത് വരുന്നത്, മലനാട് വരുന്നത്. ഇനി റെഡ് കാണുന്നതാണ് ഇടനാട് വരുന്നത്. പിന്നെ ഈ നീലയാണെന്നുണ്ടെങ്കിൽ ഇതാണ് തീരപ്രദേശമാണ് അല്ലേ. നമുക്ക് തന്നിരിക്കുന്നതിൽ എഴുതിയിട്ടുള്ളത് തെറ്റാണ്. ഈ മലനാട് എന്ന് പറയുമ്പോൾ എത്ര സെൻറ്റിമീറ്ററിന് മുകളിലാണ്? 75 മീറ്ററിന് മുകളിലാണ് അല്ലേ. മലനാട് 75 മീറ്ററിന് മുകളിലാണ്. ഇടനാട് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണ്. തീരപ്രദേശം 7.5 മീറ്ററിൽ താഴെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ, ഈ ഒരു ഭൂപടത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടി? കേരളത്തിൽ 3 പ്രകൃതി വിഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെയും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ഏതാണ്? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയൊക്കെ, മലനാടാണെങ്കിൽ 75 മീറ്ററിന് മുകളിലാണ്. ഇടനാട് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിൽ. തീരപ്രദേശം 7.5 മീറ്ററിൽ താഴെയാണ്. ഇനി ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? നോക്കിയൊക്കെ, ലക്ഷദ്വീപ് കടൽ ഏതാണ്? ഇതാണ് അല്ലേ. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഏതാണ്? തീരപ്രദേശമാണ് ചേർന്ന് കിടക്കുന്നത്. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? മലനാടാണ് കേട്ടോ, മലനാട്. ഇനി നമുക്ക് കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. മലനാട്. കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഭൂപടത്തിൽ മലനാടിൻ്റെ സ്ഥാനം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഈ ഒരു പച്ച കളറിലുള്ളതാണെന്ന് പറയുന്നത് മലനാട് എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതവും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണിത്. മലനാട് എന്ന് വെച്ചാൽ എന്താണ്?
സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതവും ഉൾപ്പെടുന്നതുമായിട്ടുള്ള ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാഭവുമായ പ്രദേശമാണ് മലനാട്. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാഭവുമായ പ്രദേശമാണ് മലനാട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. അപ്പം എന്തൊക്കെയാണ് മലനാടിനെ കുറിച്ച് പറയുന്നത്? കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഭൂപടത്തിൽ മലനാടിൻ്റെ സ്ഥാനം നമ്മൾ കണ്ടെത്തിയില്ലേ? സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുന്നുകളും മലകളും പർവ്വതമൊക്കെ ഉൾപ്പെടുന്നത് എവിടെയാണ്? മലനാട്ടിലാണ്. അതുപോലെ തന്നെ നല്ല മഴ ലഭിക്കുന്നുണ്ട് അല്ലേ? അവിടെ നല്ല മഴ ലഭിക്കുന്ന പ്രദേശം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? മലനാടാണ്. അതുപോലെ തന്നെ മഴ ലഭിക്കുന്നതിനാൽ തന്നെ അവിടെ പച്ചപ്പാർന്നിട്ടുള്ളൊരു പ്രദേശമാണ്. പിന്നെ കേരളത്തിൽ എത്ര നദികളുണ്ട്? 44 നദികളുണ്ട് അല്ലേ? 44 നദികളും ഒഴുകുന്നത് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? എവിടെ നിന്നാണ്? മലനാട്ടിൽ നിന്നാണ്. ക്ലിയർ ആയല്ലോ? ഇനി ഇടനാടിൻ്റെ സ്ഥാനം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കണ്ടു ഇടനാട് എവിടെയാണ് വരുന്നത് അല്ലേ? മലനാടിൻ്റെയും അതുപോലെ തന്നെ തീരപ്രദേശത്തിനും ഇടയിലാണ് ഇടനാട് വരുന്നത്. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിൻ്റെ ഉയരം. അപ്പോൾ ഇടനാടിൻ്റെ ഉയരം എത്രയാണ്? സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് അല്ലേ? ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഇടനാടിൻ്റെ സവിശേഷതകൾ. ഇടനാടിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ചെറുകുന്നുകളും താഴ്വരകളും. അപ്പോൾ ഇടനാട് എന്ന് വെച്ചാൽ എത്രയാണ് ഉയരം വരുന്നത്? 7.5 സെൻറ്റിമീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണ് അല്ലേ? അതുപോലെ തന്നെ മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ടാണ് ഇടനാട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ചെറുകുന്നുകളും താഴ്വരകളും അതുപോലെ തന്നെ നദീതടങ്ങളൊക്കെയാണ് ഇടനാട്ടിൽ കാണപ്പെടുന്നത്. മലനാട്ടിലാണെങ്കിൽ എന്താണ്? മലകളും കുന്നുകളാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു അല്ലേ? നെക്സ്റ്റ് തീരപ്രദേശം. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണിത്. കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരം. അപ്പോൾ തീരപ്രദേശത്തിന് ഉയരം ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ്. 7.5 മീറ്ററിനും താഴെയാണ് വരുന്നത് തീരപ്രദേശം വരുന്നത്. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരം വരുന്നത്. അപ്പം നമ്മൾ പഠിച്ചു മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട് എന്ന് വെച്ചാൽ എത്രയാണ്? 7.75 മീറ്ററിന് മുകളിലാണ് മലനാട് വരുന്നത്. അതുപോലെ തന്നെ അവിടെ മലകളും കുന്നുകളും ഒക്കെയാണ് അവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? മലനാട്ടിൽ നിന്നാണ്. ഇനി ഇടനാട്ടിലാണെങ്കിൽ 7.5 സെൻറ്റിമീറ്ററിനും 7.5 മീറ്ററിനും അതുപോലെ തന്നെ 75 മീറ്ററിനും ഇടയിലായിട്ടാണ് ഇടനാട് വരുന്നത് അല്ലേ? ഈ ഇടനാടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതലും എന്താണ്? ചെറുകുന്നുകളും താഴ്വരകളൊക്കെയാണ് കാണപ്പെടുന്നത്. ഇനി തീരപ്രദേശമാണെങ്കിൽ എന്താണ്? കടലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് അല്ലേ? ലക്ഷദ്വീപിനോട് അടുത്ത് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് എന്ന് പറയുന്നത് തീരപ്രദേശം എന്ന് പറയുന്നത്. ഉയരം ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 7.5 മീറ്ററിനും താഴെയാണ്. ഇനി കേരളത്തിൻ്റെ കാലാവസ്ഥ. ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് കേരളം. കേരളത്തിൽ 2 പ്രധാനമായിട്ടും എത്ര മഴക്കാലങ്ങളുണ്ട്? എത്ര മഴക്കാലങ്ങളാണുള്ളത്? 2 അല്ലേ? ഏതൊക്കെയാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ കാലവർഷം, വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ കാലവർഷം, വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷം. കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. ക്ലിയർ ആണല്ലോ? ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും കാണാറുണ്ട് അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗം എവിടെ നിന്നാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് നിന്നാണ്. കേരളത്തിലെ വേനൽക്കാലം എവിടെ അറിയാലോ അല്ലേ? കേരളത്തിലെ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ്. ഈ കാലത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു. വേനൽക്കാലത്ത് ഇടയ്ക്കെത്തുന്ന മഴ ചൂടിൻ്റെ തീവ്രതയ്ക്ക് കുറച്ച് ആശ്വാസം നൽകുന്നു. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? കേരളത്തിൻ്റെ കാലാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. എത്രയാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമുണ്ട്, വടക്ക് കിഴക്കൻ മൺസൂൺ കാലമുണ്ട് അല്ലേ? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് എന്താ അറിയപ്പെടുന്നത്? കാലവർഷം എന്നാണ് അറിയപ്പെടുന്നത്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് എന്താണ് അറിയപ്പെടുന്നത്? തുലാവർഷം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി കൂടുതലായിട്ടും മഴ കിട്ടുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് നിന്നാണ് അല്ലേ? കാലവർഷം എന്ന് പറയുമ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് നിന്നാണ് കൂടുതലായിട്ട് മഴ ലഭിക്കുന്നത്. പിന്നെന്താ പറഞ്ഞത്? വേനൽക്കാലം അനുഭവപ്പെടുന്നത് ഏതൊക്കെ മാസങ്ങളിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്? മാർച്ച് മുതൽ മെയ് വരെയാണ്. ഇനി എന്താണ് മൺസൂൺ എന്ന് വെച്ചാൽ എന്താണ്? കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. മൺസൂൺ കാറ്റുകൾ എന്ന് വെച്ചാൽ എന്താണ്? കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളെയാണ് മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. ജൂൺ ടു സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക്
ഇന്ത്യൻ സമുദ്രത്തിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. എന്താണ് പറയുന്നത്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്ന് വെച്ചാൽ എന്താണ്? ജൂൺ ടു സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. കടലിൽ നിന്നും വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹിനികളാണ്. കടലിൽ നിന്നും വീശുന്ന കാരണം ഇവ എന്താണ്? ഈർപ്പവാഹിനികളാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു. ഇതിൻ്റെ ഫലമായി കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. അപ്പോൾ എന്താ പറയുന്നത്? കടലിൽ നിന്നും വീശുന്നതിനാൽ തന്നെ ഇവ ഈർപ്പവാഹിനികളാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ എന്ത് ചെയ്യും? തടഞ്ഞു നിർത്തും അല്ലേ? തടഞ്ഞു നിർത്തിയും അതിൻ്റെ ഫലമായിട്ട് കേരളം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ മഴ ലഭിക്കുകയാണ്. ഇതിനെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത്. കേരളത്തിലെ ഈ കാലത്ത് എന്നറിയപ്പെടുന്നത് കാലവർഷം എന്നറിയപ്പെടുന്നു. അപ്പോൾ കാലത്തിനെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളെയാണ് എന്ന് പറയുന്നത് മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്ന് വെച്ചാൽ എന്താണ്? ജൂൺ മുതൽ സെപ്റ്റംബർ മാസങ്ങളിലെ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്ന് വീശുന്ന കാറ്റുകളെയാണ് എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. ഇവ കടലിൽ നിന്നാണ് വീശുന്നത്. കടലിൽ നിന്ന് വീശുന്ന കാരണം തന്നെ ഇവ എന്താണ്? ഈർപ്പവാഹിനികളാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ ആര് തടഞ്ഞു നിർത്താണ്? പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്താണ്. ഇതിൻ്റെ ഫലമായി കേരളം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലൊക്കെ മഴ ലഭിക്കുന്നത്. ഇതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്നറിയപ്പെടുന്നത്. ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെയാണ് കാലവർഷം അറിയപ്പെടുന്നത്. ഇനി ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർവിപരീത ദിശയിൽ വടക്ക് കിഴക്ക് നിന്നാണ് വീശുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ജൂൺ ടു സെപ്റ്റംബർ മാസങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും ഏത് ദിശയിലാക്കിയെന്ന് പറഞ്ഞു? തെക്ക് പടിഞ്ഞാറൻ ദിശയിലല്ലേ? തെക്ക് പടിഞ്ഞാറെന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നുമാണ് വീശുന്നത്. എന്നാൽ അതിന് നേരെ വിപരീതമായിട്ട് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണ്? വടക്ക് കിഴക്ക് നിന്നാണ് വീശുന്നത്. ഈ കാറ്റുകളെയാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നത്. ഈ കാറ്റുകളെയാണ് അറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നത്. ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. എന്താ പറയുന്നത്? ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ പോകാണ് അല്ലേ? ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഈർപ്പപൂരിതമാവാണ്. അങ്ങനെ ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാകുന്നു. ഈ മഴക്കാലം കേരളത്തിൽ തുലാവർഷം എന്നറിയപ്പെടുന്നു. എന്നാണ് അറിയപ്പെടുന്നത്? തുലാവർഷം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് പറയുന്നത് മൺസൂണിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്, കാലാവസ്ഥയെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്ക് വരുന്നത് എന്താണ്? മണ്ണിനെ കുറിച്ചിട്ടാണ് അല്ലേ? കേരളത്തിലെ മണ്ണിനെ കുറിച്ചിട്ടാണ്. ഇവിടെ നമുക്ക് എന്താണ് അട്ടപ്പാടിയിലെ ഇരുളരുടെ പാട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ജലവും വായുവും പോലെ പ്രാധാന്യമുള്ളതാണ് മണ്ണ് അല്ലേ? മണ്ണ് മനുഷ്യരും തമ്മിലുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ് മനുഷ്യ സംസ്കാരം രൂപപ്പെട്ടത്. മണ്ണില്ലെങ്കിൽ സസ്യങ്ങളില്ല, അവയെ ആശ്രയിക്കുന്ന ജീവികളുമില്ല. എങ്ങനെയാണ് മണ്ണ് രൂപപ്പെട്ടത്? ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് കാരണമായ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് മണ്ണ്. ഓക്കെ, ഭൂമിയുടെ ജീവന്റെ നിലനിൽപ്പിന് കാരണമായ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് മണ്ണ്. പാറ പൊടിഞ്ഞ് മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ടാണ് നടക്കുന്നത് അല്ലേ? മണ്ണ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പാറ പൊടിഞ്ഞിട്ട് മണ്ണായിട്ടാണ് മാറുന്നത് അല്ലേ? പാറ പൊടിഞ്ഞിട്ടാണ് മണ്ണുണ്ടാകുന്നത്. ഇത് കുറേ വർഷങ്ങൾ എടുത്തിട്ടാണ് ഈ പാറ പൊടിഞ്ഞിട്ട് മണ്ണായിട്ട് മാറുന്നത്. ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടി വരുമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം ഈ മണ്ണ് രൂപപ്പെടാൻ കാരണമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ്? കാലാവസ്ഥ, പിന്നെ നമ്മൾ പറഞ്ഞത് ഭൂപ്രകൃതി അല്ലേ? കാലാവസ്ഥ, ഭൂപ്രകൃതി, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരും. ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ് എന്നിവയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ. അപ്പോൾ കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്? ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ്. ഏതൊക്കെയാണ്? ചെങ്കണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ്.
ഇനി കറുത്ത മണ്ണ്, പീറ്റ് മണ്ണ് എന്നിവയും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നുണ്ട് അല്ലേ. കറുത്ത മണ്ണിനെ കുറിച്ച് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ഏതാണ്? പരുത്തി കൃഷി ചെയ്യുന്നതിലെ ഏത് മണ്ണിലാണ്? കറുത്ത മണ്ണിലാണ് അല്ലേ. ഇനി ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, അതുപോലെ എക്കൽ മണ്ണും വനമണ്ണും കേരളത്തിൽ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കറുത്ത മണ്ണും പീറ്റ് മണ്ണും ചില സ്ഥലങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ മണ്ണിൻ്റെ തനത് സവിശേഷതകളെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് അമിത രാസവള കീടനാശിനി പ്രയോഗം, മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അശാസ്ത്രീയ ഖനന പ്രവർത്തനം, അശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങളൊക്കെ എന്താണ് മണ്ണിൻ്റെ സവിശേഷതകളെ ബാധിക്കുന്നവയാണ് അല്ലേ. ഏതൊക്കെയാണ്? അമിത രാസവള കീടനാശിനി പ്രയോഗം, കൂടുതലായിട്ട് എന്താണ് രാസവളങ്ങൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മണ്ണിലേക്ക് എന്താണ് ജലം ആഗിരണം ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ, ജലം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ അശാസ്ത്രീയ ഖനന പ്രവർത്തനം, ഖനനം, അതുപോലെ തന്നെ അശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ എന്താണ് പറയുന്നത്? ഈ മണ്ണിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട്. ഇനി മണ്ണ് സംരക്ഷണത്തിന് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിക്കുക അല്ലേ. അതുപോലെ തന്നെ കയർ ഭൂവസ്ത്രം, പിന്നെ എന്താണ് കല്ല് കയ്യാല, തട്ടുകൃഷി എന്നിവയൊക്കെ എന്താണ് മണ്ണ് സംരക്ഷണ മാർഗങ്ങളാണ്. കണ്ടൽക്കാടുകൾ, കയർ ഭൂവസ്ത്രം, അതുപോലെ കല്ലു കയ്യാല, തട്ടുകൃഷി. ഇനി എന്നാണ് ലോക മണ്ണ് സംരക്ഷണ ദിനം? എന്നാണ്? ഡിസംബർ 5-നാണ്. ഡിസംബർ 5-നാണ് ലോക മണ്ണ് സംരക്ഷണ ദിനമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നത്. എന്നാണ്? ഡിസംബർ 5-ആണ് ലോക മണ്ണ് സംരക്ഷണ ദിനം. ഇനി നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് കേരളത്തിൻ്റെ ജലസ്രോതസ്സുകളാണ്. നമുക്കറിയാം പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നദികൾ, കായലുകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് അല്ലേ. ആ ടോപ്പിക്കിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് SCERT പറയുന്നത് നമുക്ക് നോക്കാം. മനുഷ്യരുടെ നിലനിൽപ്പിന് ഒഴിച്ചു കൂടാനാവാത്ത ഒരു പ്രകൃതി വിഭവമാണ് എന്തെന്ന് പറയുന്നത് ജലം എന്ന് പറയുന്നത് അല്ലേ. ഭൂമിയിലെ ജലത്തിൻ്റെ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? പുഴകൾ, നീരുറവുകളൊക്കെ എന്താണ് പ്രകൃതിയിലെ പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകളാണ്. കിഴക്ക് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിറക്കങ്ങളോടുകൂടി ചെരിവായി നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റേത്. എങ്ങനെയാണ് പറയുന്നത്? കിഴക്ക് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിറക്കങ്ങളോടുകൂടി ചെരിവായി നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റേത്. സഹ്യപർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കായലിലേക്കും കടലിലേക്കും ഒഴുകുന്ന നദികൾ കേരളത്തെ ജലസമൃദ്ധമാക്കുന്നു. എന്താ പറയുന്നത്? സഹ്യപർവ്വത നിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു മലനാടുകളിൽ നിന്നൊക്കെയാണ് ഉത്ഭവിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ ഉത്ഭവിച്ചിട്ട് കായലിലേക്കും കടലിലേക്കും ഒഴുകിയെത്തുന്ന നദികളാണ് കേരളത്തെ സമൃദ്ധമാക്കുന്നത്, ജലസമൃദ്ധമാക്കുന്നത്. ഇവ കൂടാതെ നിരവധി തടാകങ്ങളും കുളങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ. കേരളത്തിൽ എത്ര നദികളാണുള്ളത്? 44 നദികളാണ് ഉള്ളത്. ഈ 44 നദികളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. ഇവയിൽ 3 നദികൾ കിഴക്കോട്ടും 41 നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത് അല്ലേ. 44 നദികളിൽ 41 നദികളും പടിഞ്ഞാറോട്ടാണ്, 3 നദികൾ മാത്രമാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ അല്ലേ. കബനി, ഭവാനി, പാമ്പാർ എന്നാണ് 3 നദികളും കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ്. ഓക്കെ. പിന്നെ പ്രധാനപ്പെട്ട കായലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ അല്ലേ. വേമ്പനാട്ട് കായലാണ് ഏറ്റവും വലിയ കായൽ അല്ലേ. ഇനി ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ് അല്ലേ. ഇതൊക്കെ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. PVQ ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. പിന്നെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? കായലും നദികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും വലിയ നദി ഏതാണ്? പെരിയാറാണ് അല്ലേ. രണ്ടാമത്തെ നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. മൂന്നാമത്തത് പമ്പയും, നാലാമത്തത് ചാലിയാറും, അഞ്ചാമത്തത് ഏതാണ്? ചാലക്കുടി പുഴയുമാണ്. നമുക്ക് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്, കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് അല്ലേ. ഇനി 2 മഴക്കാലങ്ങളിലൂടെ നമ്മുടെ ജലാശയങ്ങൾ സമ്പന്നമാകുമെങ്കിലും മഴക്കാലം കഴിയുന്നതോടെ അവയിൽ പലതും വറ്റി പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അതെന്ത് കാരണമാണ്? മനുഷ്യൻ്റെ അശാസ്ത്രീയമായിട്ടുള്ള ഇടപെടലുകൾ കാരണമാണല്ലേ. ഇനി ലോകത്തിലെ ആകെ ജലലഭ്യതയുടെ വളരെ ചെറിയൊരു അളവ് മാത്രമേ ശുദ്ധജലമായിട്ടുള്ളൂ. അപ്പോൾ ചെറിയൊരു അളവ് മാത്രമാണ് ശുദ്ധജലമായിട്ടുള്ളത്. അമൂല്യമായ ശുദ്ധജലം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. മഴക്കുഴി, മഴവെള്ള സംഭരണി, തടയണ, പുതയിടൽ തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിച്ച് ജലസംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയും. ഏതൊക്കെയാണ്? മഴക്കുഴി, മഴവെള്ള സംഭരണി, തടയണ, അതുപോലെ പുതയിടൽ തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിച്ച് ജലസംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയും. ഓക്കെ. ഇവിടെ എന്താണ് ജലം മലിനമാകുന്ന സാഹചര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ അതിൽ നിക്ഷേപിക്കും. അതുപോലെ തന്നെ എന്താണ് പല ഫാക്ടറികളിൽ നിന്നുള്ള ഇതൊക്കെ ഉണ്ടാവില്ലേ, മലിനവെള്ളമൊക്കെ എന്താണ് ഇതിലേക്ക് നമ്മളെ ഈ പുഴയിലേക്കോ അല്ലെങ്കിൽ കടലിലേക്കോ ഒക്കെ ഒഴുക്കി വിടുന്ന സാഹചര്യങ്ങളും കാണപ്പെടുന്നുണ്ട് അല്ലേ. ഇനി
എന്താണ് ജലാശയങ്ങൾ മലിനപ്പെടുന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാകുന്നു. നിലവിലുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഏതൊക്കെ പദ്ധതികളാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്ന പദ്ധതി ആര് നടപ്പിലാക്കുന്നതാണ്? ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്നതാണ്. ഇനി ഞാൻ ഒഴുകട്ടെ ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്നതാണ്. ഇനി ഞാൻ ഒഴുകട്ടെ ഇനി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ 2 പദ്ധതികളാണ് മാലിന്യമുക്തം നവകേരളം, തെളിനീരൊഴുകും നവകേരളം. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ 2 പദ്ധതികളാണ് മാലിന്യമുക്തം നവകേരളം, തെളിനീരൊഴുകും നവകേരളം. ഹരിത കേരള മിഷന്റേതാണ് ഇനി ഞാൻ ഒഴുകട്ടെ ഹരിത കേരള മിഷന്റെ പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ 2 പദ്ധതികളാണ് മാലിന്യമുക്തം നവകേരളം, തെളിനീരൊഴുകും നവകേരളം. ഇനി കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഏതാണ്? ജൽ ജീവൻ മിഷൻ. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ. അപ്പോൾ ഹരിത കേരള മിഷന്റെയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ 2 പദ്ധതികളാണ് മാലിന്യമുക്തം നവകേരളം, തെളിനീരൊഴുകും നവകേരളം. കേന്ദ്ര സർക്കാരിൻ്റെതാണ് ജൽ ജീവൻ മിഷൻ. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേരളത്തിൻ്റെ വിള വൈവിധ്യമാണ്. കേരളത്തിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ചില കാർഷിക വിളകൾ നമുക്ക് കാണുന്നുണ്ട് അല്ലേ? തെങ്ങും നെല്ലൊക്കെ കാണപ്പെടുന്നുണ്ട് അല്ലേ? തേയില കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ ഭൂപ്രകൃതി വിഭാഗങ്ങളിലും തേയില കൃഷി ചെയ്യുന്നില്ല അല്ലേ? അതുപോലെ തന്നെ എന്താണ് കടൽ തീരത്തോട് ചേർന്ന പ്രദേശങ്ങളിലോ റബ്ബർ കൃഷിക്ക് ചെയ്യുന്നില്ല. എന്താ ചെയ്യുന്നത്? തെങ്ങാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. എന്ത് കാരണമായിരിക്കും? കാരണം എന്താണ്? ഓരോ പ്രദേശത്തെയും കൃഷി അവിടുത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മണ്ണ്, ജലസേചന സൗകര്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവയും കൃഷിയെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൃഷിയെ സ്വാധീനിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾ ഓരോ കൃഷിയും ചെയ്യുന്നത്. ഏതൊക്കെയാണ് പറയുന്നത്? ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലേ കൃഷി. മണ്ണ്, ജലസേചന സൗകര്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവയും കൃഷിയെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ കൃഷിയെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണ്, ജലസേചന സൗകര്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. ഇനി ഇടുക്കി ജില്ലയിലെ മൂന്നാറ്, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ തേയില വ്യാപകമായി കൃഷി ചെയ്യുന്നു. അപ്പോൾ തേയില കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്? ഇടുക്കി ജില്ലയിലെ മൂന്നാറും പീരുമേടും, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി. ഇതൊക്കെയാണ് ഇടുക്കി ജില്ലയിലെ മൂന്നാറ്, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാട്, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി. പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും നെൽകൃഷി വ്യാപകമാണ്. അപ്പോൾ നെൽകൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? പാലക്കാട് ജില്ലയും അതുപോലെ തന്നെ കുട്ടനാടുമാണ് അല്ലേ? കുട്ടനാടുമാണ്. വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ നിന്നും വ്യത്യസ്തമായ വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നുണ്ട്. ഏതാണ്? വളക്കൂറുള്ള മണ്ണ് വേണം അല്ലേ? നമുക്ക് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്? വളക്കൂറുള്ള മണ്ണായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്? ധാരാളം മഴയും ലഭിക്കണം അല്ലേ? അപ്പോൾ കേരളത്തിൽ ഇതൊക്കെ ലഭിക്കുന്ന കാരണം തന്നെ എന്താണ്? കേരളത്തിൽ കൃഷി ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല സാഹചര്യമാണെന്നാണ് പറയുന്നത്. എന്നിട്ടും എന്താണ്? പല കൃഷികളൊക്കെ എന്താണ്? ഇപ്പോൾ കുറഞ്ഞു വരാണ്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, അതായത് നമ്മൾ തേയിലൊക്കെ കൃഷി ചെയ്യാൻ കാരണം എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, ചെരിവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാടൻ മേഖലയിലെ തേയില, ഏലം, കാപ്പി, കുരുമുളക് മുതലായ വിളകൾക്ക് അനുകൂല സാഹചര്യമൊരുക്കുന്നു. അപ്പോൾ എന്താ പറയുന്നത്? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന കാലാവസ്ഥ, തണുത്ത കാലാവസ്ഥ ഏതൊക്കെ വിളകൾക്കാണ് അനുയോജ്യം? തേയില, ഏലം, കാപ്പി, കുരുമുളക് മുതലായ വിളകൾക്കാണ് അനുയോജ്യമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലാവസ്ഥ, ചെരിവാർന്ന ഭൂപ്രകൃതിയൊക്കെ എവിടെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? എവിടെയാണ്? മലനാട്ടിലാണ് അല്ലേ? മലനാട്ടിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ മലനാട്ടിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകളാണ് തേയില, ഏലം, കാപ്പി, കുരുമുളക് എന്നിവ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഭൂപ്രകൃതിയും മണ്ണിൻ്റെ സവിശേഷതകളും ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണമാകുന്നു. ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണമാകുന്നുണ്ട്. ഇടനാട്ടിൽ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങു വർഗ്ഗങ്ങളോടൊപ്പം ഇടനാട്ടിൽ വാഴകൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമാണ്. മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങു വർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാഴകൃഷിയും റബ്ബർ കൃഷിയും എവിടെയാണ് കൃഷി ചെയ്യുന്നത്? ഇടനാട്ടിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. കേരളത്തിലാണ്. അപ്പോൾ ഭൂപ്രകൃതി, മണ്ണിൻ്റെ സവിശേഷതകളും ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണമാകുന്നുണ്ട്. ഇടനാട്ടിലെ പ്രധാനപ്പെട്ട വിളകളാണ് മരച്ചീനി, ചേമ്പ്, ചേന, കിഴങ്ങു വർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ വാഴകൃഷിയും റബ്ബർ കൃഷിയും. ഈ റബ്ബർ കൃഷി ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് എവിടെ തന്നെയാണ്? കേരളത്തിലാണ് അല്ലേ?
തീരപ്രദേശത്തെ എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ്. അപ്പോൾ തീരപ്രദേശത്ത് കൃഷി ചെയ്യുന്ന എന്തൊക്കെയാണ്? നെൽകൃഷിയാണ് ചെയ്യുന്നത്. മലനാട്ടിലെ വിളകൾ നമ്മൾ പറഞ്ഞു, ഇടനാട്ടിലെ വിളകൾ പറഞ്ഞു. ഇനി തീരപ്രദേശത്തെ വിളകൾ നോക്കുകയാണെങ്കിൽ നെൽകൃഷിയാണ്. കാരണം എന്താണ്? തീരപ്രദേശത്ത് എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യമുണ്ട്. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. തെങ്ങ് സമൃദ്ധമായി വളരുന്നതിന് അവിടുത്തെ ഉപ്പ് രസമുള്ള മണ്ണ് സഹായകമാണ്. അപ്പോൾ തെങ്ങ് വളരാനായിട്ട് എന്താണ്? കൂടുതലായിട്ട് ഉപ്പ് അടങ്ങിയിട്ടുള്ള മണ്ണാണ് അവിടേക്ക്, ഉപ്പ് രസമുള്ള മണ്ണാണ് ആവശ്യമുള്ളത്. കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. കായലുകളാണെന്നുണ്ടെങ്കിൽ മത്സ്യകൃഷിക്കും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലും കൃഷി ചെയ്യുന്ന വിളകളും അതിന് സാഹചര്യമായിട്ടുള്ള കാലാവസ്ഥയും നമ്മൾ പറഞ്ഞു. ഇനി ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലുള്ള മണ്ണ്, നിലനിൽക്കുന്ന കാലാവസ്ഥ, ലഭിക്കുന്ന മഴ എന്നിവയ്ക്ക് അനുസൃതമായാണ് അവിടുത്തെ കൃഷി രൂപപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ പല ആഘോഷങ്ങളും കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ഏറെ ബന്ധമുള്ളവയാണ്. ഓണം എന്ന് പറയുന്ന ഒരു വിളവെടുപ്പ് ഉത്സവമാണ്. അതായത് കേരളത്തിലെ പല ആഘോഷങ്ങളും എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്? ഭൂപ്രകൃതി, കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓണം എന്ന് പറയുന്നത് എന്താണ്? ഒരു വിളവെടുപ്പ് ഉത്സവമാണ്. അതുപോലെ വിഷുവിനും വിളവെടുപ്പുമായിട്ടാണ് ബന്ധം വരുന്നത്. അപ്പോൾ ഓണമാണെങ്കിലും വിഷു ആണെങ്കിലും എന്താണ്? വിളവെടുപ്പുമായിട്ടാണ് ബന്ധം വരുന്നത്. മഴക്കാലത്തിന് ശേഷം കേരളത്തിലെ ജലാശയങ്ങളിൽ നടക്കുന്ന വെള്ളംകളി മത്സരങ്ങൾ, വയലുകളിൽ നടക്കുന്ന കാളപ്പൂട്ട് മത്സരങ്ങൾ എന്നിവ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ഉദാഹരണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്താണ്? മഴക്കാലത്തിന് ശേഷം കേരളത്തിലെ ജലാശയങ്ങളിൽ നടക്കുന്ന വള്ളംകളി മത്സരങ്ങൾ, വയലുകളിൽ നടക്കുന്ന കാളപ്പൂട്ട് മത്സരങ്ങളൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഈ നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേരളത്തിൻ്റെ തൊഴിൽ വൈവിധ്യമാണ്. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലും വൈവിധ്യമാർന്ന കാർഷിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിന് കാർഷിക രംഗത്തെ പുരോഗതിയോടൊപ്പം പ്രധാനമാണ് മറ്റു തൊഴിൽ മേഖലകളിലെ പുരോഗതിയും. കാർഷിക രംഗവും അതുപോലെ തന്നെ മറ്റു തൊഴിലുകളും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പുരോഗതി നിർണ്ണയിക്കുന്നതിൽ അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾക്കും മനുഷ്യ വിഭവശേഷിക്കും പങ്കുണ്ട്. ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുഗുണമായാണ് അവിടുത്തെ തൊഴിൽ സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളത്. കായലോരങ്ങളിലെ തൊണ്ട് തല്ലലും കയറ് പിരിക്കലും കുട്ടനാട്ടിലെ നെൽകൃഷിയും താറാവ് വളർത്തലൊക്കെ ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും തൊഴിലും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുള്ളത്. അധികമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്? ഭൂപ്രകൃതി വിഭാഗങ്ങൾ പഠിച്ചു അല്ലേ? അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന തൊഴിലുകൾ നമുക്ക് ഇതിൽ നോക്കുകയാണെങ്കിൽ കാണാനായിട്ട് പറ്റും അല്ലേ? ഇതൊക്കെയാണ് വരിക. മലനാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷി ചെയ്യുന്നത് ഇതൊക്കെയാണ്. മലനാട്ടിൽ കൃഷി ചെയ്യുന്നത് ഏതൊക്കെയാണ്? തേയിലൊക്കെയാണ് അല്ലേ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? അവരുടെ തൊഴിലാണ്. അതുപോലെ തന്നെ ഇടനാട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? റബ്ബറൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് അല്ലേ ഇടനാട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ തീരപ്രദേശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃഷി ചെയ്യുന്ന ഒന്നില്ലെങ്കിൽ മത്സ്യകൃഷി നടത്താം അല്ലേ? അതുപോലെ തന്നെ എന്താ പറയുന്നത്? ഈ കയറ് പിരിക്കലൊക്കെ ആ ഒരു ഭാഗത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ? ഇനി കേരളവും പ്രകൃതി ദുരന്തങ്ങളും. കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയും അനുകൂലമായ കാലാവസ്ഥയും ജനജീവിതം സുഗമമാക്കുന്നുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകാറുണ്ട്. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ ധാരാളമുള്ള ഭൂപ്രകൃതിയാണ് കേരളത്തിനുള്ളത്. മനുഷ്യരുടെ ഇടപെടൽ മൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ കൂടാതെ ചില പ്രകൃതി ദുരന്തങ്ങളും ജീവലോകത്തെ ഹാനികരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യരുടെ ഇടപെടലുകൾ മൂലമുണ്ടാകുന്ന ദുരന്തങ്ങളുമുണ്ട്, അല്ലാതെ പ്രകൃതി ദുരന്തങ്ങളുണ്ട് അല്ലേ? ചുഴലിക്കാറ്റ്, കാട്ടുതീയൊക്കെ അല്ലേ? എന്താണ് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളെയാണ് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളെയാണ് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരെയും മറ്റു ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു. 2004 ഉണ്ടായ സുനാമി കേരളത്തിൻ്റെ വലിയ കെടുതികൾക്ക് കാരണമായി. അപ്പോൾ എന്താണ്? ജീവനും സ്വത്തിനും അതുപോലെ തന്നെ പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളെയാണ് എന്ന് പറയുന്നത് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നില്ലേ? ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരെയും മറ്റു ജീവജാലങ്ങളെയും ബാധിക്കുന്നുണ്ട്. 2004 ഉണ്ടായ സുനാമി അതിനൊരു വലിയൊരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ 2019 എന്ത് നടക്കുന്നത്? കവളപ്പാറ ഉരുൾപൊട്ടലേ. അതുപോലെ തന്നെ 2020 എന്താണ്? പെട്ടിമുടി ഉരുൾപൊട്ടൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? ഈ ഉരുൾപൊട്ടലുകളൊക്കെ അതത് പ്രദേശങ്ങളിലെ ജനജീവിതം ദുസ്സഹമാക്കിയിരുന്നു. ഈ ദുരന്ത നിവാരണത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനം നടത്തുന്നതിൽ ദുരന്ത സമയത്ത് രക്ഷാപ്രവർത്തനം, ദുരന്താനന്തര പ്രവർത്തനം എന്ന് പറയുന്ന 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനം എന്ന് വെച്ചാൽ എന്താണ്? ദുരന്തങ്ങൾക്ക് മുമ്പ് ഉണ്ടാകുന്ന ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതായത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ചില ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയിക്കുക, ദുരന്ത സാധ്യത മേഖലകളിൽ മുന്നറിയിപ്പുകൾ നൽകി ബോധവൽക്കരണത്തിനും ജനങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. ഇനി മുന്നൊരുക്കങ്ങൾ നെക്സ്റ്റ്
വരുന്നത് ദുരന്ത സമയത്തുള്ള രക്ഷാപ്രവർത്തനമാണ്. എന്തൊക്കെ ചെയ്യാം? രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനം ഒരുക്കാം, ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിച്ച് ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം, ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണം നടത്തുക. ഇനി പ്രവർത്തനങ്ങൾ, ദുരന്താനന്തര പ്രവർത്തനം, ദുരന്തത്തിന് ശേഷം നോക്കുകയാണെങ്കിൽ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുക, ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും ഏതൊക്കെയാണ്? കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയൊക്കെ പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളുമാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? ഭൂപ്രകൃതി വിഭാഗങ്ങൾ പഠിച്ചു അല്ലേ? കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ കാലാവസ്ഥ പഠിച്ചു അല്ലേ? കാലാവസ്ഥ പഠിച്ചു. മണ്ണ് പഠിച്ചു അല്ലേ? കാലാവസ്ഥ, മണ്ണ്, സസ്യജാലങ്ങൾ, അതുപോലെ തന്നെ വിളകൾ, പ്രധാനമായിട്ടുള്ള വിളകളൊക്കെ പഠിച്ചു. അതാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം. നെക്സ്റ്റ് കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചാപ്റ്ററാണ് നട്ടു നനയ്ക്കാം നന്മകൾ കൊയ്യാം. ഈ ചാപ്റ്ററിൽ പറയുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. കൃഷി എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെ നമുക്ക് നമ്മുടെ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ ഏതൊക്കെ കൃഷിയാണ് നമുക്ക് കണ്ടിട്ടുള്ളത്? ഏതൊക്കെയാണ്? ചാക്കിലെ കൃഷി കണ്ടിട്ടുണ്ട്, അക്വാപോണിക്സ്, ഇനി എന്താണ് പെറ്റ് ബോട്ടിലെ കൃഷി, വെർട്ടിക്കൽ ഫാമിങ്, ചെടിച്ചട്ടിയിലെ കൃഷി, ടെറസിലെ കൃഷി എന്നിവയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്ഥലപരിമിതി മറികടക്കാനുള്ള ഒരു നൂതന മാർഗമാണ് വെർട്ടിക്കൽ ഫാമിംഗ്. എന്താണ് വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് വെച്ചാൽ? സ്ഥലപരിമിതി മറികടക്കാനുള്ള ഒരു നൂതന മാർഗമാണ്. സ്ഥലമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൃഷി രീതിയാണ് വെർട്ടിക്കൽ ഫാമിംഗ്. നോക്കി എങ്ങനെയാണ് ചെയ്യുന്നത്? നോക്കി ഇങ്ങനെ ഓരോ പാളികളായിട്ടാണല്ലേ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്ന പോലെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ? അപ്പോൾ എന്താണ് വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് വെച്ചാൽ? ലംബമായി അടുക്കിയിരിക്കുന്ന പാളികളിൽ വിളകൾ വളർത്തുന്ന ഒരു നൂതന കാർഷിക രീതിയാണ് വെർട്ടിക്കൽ ഫാമിംഗ്. എന്താണ് വെർട്ടിക്കൽ ഫാമിംഗ്? ലംബമായി അടുക്കിയിരിക്കുന്ന പാളികളിൽ വിളകൾ വളർത്തുന്ന ഒരു നൂതന കാർഷിക രീതിയാണ് വെർട്ടിക്കൽ ഫാമിംഗ്. ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് സാധ്യത കൂടി ഇതിൽ പ്രയോജനപ്പെടുത്താമെന്നാണ് ഇതിൽ പ്രധാനപ്പെട്ട സവിശേഷത. അപ്പം ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ ഒക്കെ എന്താണെന്ന് അറിയാമല്ലേ? ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ്. എന്താണ് ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ? എന്താണ് ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ? എന്താണ് ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ? മണ്ണ് ആവശ്യമുള്ളത്ര സ്ഥലവും ഇല്ലാത്ത പോഷകങ്ങൾ അടങ്ങിയ വെള്ളം ഉപയോഗിച്ച് ചെടികൾ വളർത്തുന്ന ആധുനിക കൃഷി രീതികളെയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. അതായത് മണ്ണുമില്ല, അതുപോലെ തന്നെ സ്ഥലമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോഷകങ്ങൾ അടങ്ങിയ വെള്ളം ഉപയോഗിച്ച് ചെടികളെ വളർത്തുന്ന ആധുനിക കൃഷി രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഇനി ഹൈഡ്രോപോണിക്സ് അതുപോലെ തന്നെ എയറോപോണിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജലക്ഷാമമുള്ള പ്രദേശങ്ങളിൽ, നഗരങ്ങളിലെ ടെറസുകളിലൊക്കെ ഈ പച്ചക്കറികൾ വളർത്തുന്നത് എന്താണ്? ഈ ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ജലകൃഷിയാണ് അല്ലേ? ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ജലകൃഷി. അതായത് മണ്ണിന് പകരം വെള്ളത്തിൽ ലയിപ്പിച്ച പോഷകങ്ങൾ ഉപയോഗിച്ച് ചെടികൾ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. മണ്ണിന് പകരം വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടുള്ള പോഷകങ്ങൾ ഉപയോഗിച്ച് ചെടികൾ വളർത്തുന്ന രീതിയാണ്. ഇനി എന്താണ് എയറോപോണിക്സ് എന്ന് വെച്ചാൽ? മണ്ണോ അല്ലെങ്കിൽ വെള്ളമോ ഒട്ടും ഉപയോഗിക്കാത്ത ആധുനിക കൃഷി രീതിയാണ് എയറോപോണിക്സ് എന്ന് പറയുന്നത്. മണ്ണും ഉപയോഗിക്കുന്നില്ല, എന്നാലേ വെള്ളം ഉപയോഗിക്കുന്നില്ല. ഇവ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പം ഈ ചെടിയുടെ വേരുകൾ കൂടുതലായിട്ട് ഈ വായുവിൽ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് കിടക്കും. അതായത് ചെടികളുടെ വേരുകൾ ഇങ്ങനെ എന്താണ് ഈ മണ്ണിലൊന്നും കുഴിച്ചിടാണ്ട് ജസ്റ്റ് നമ്മളിങ്ങനെ സ്വതന്ത്രമായിട്ടിടാണ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ നമ്മൾ ഈ വേരുകളിലേക്ക് പോഷകലായനി ചേർത്തിട്ടുള്ള ചെറിയ തുള്ളികളായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ അതിനെയാണ് എയറോപോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ വേരുകൾക്ക് ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കുന്നതിനാൽ തന്നെ ചെടികൾ വളരെ പെട്ടെന്ന് വളരും. അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ അളവിലാണ് വെള്ളം കൊടുക്കുന്നത് അല്ലേ? എങ്ങനെയാണ് കൊടുക്കുന്നത്? സ്പ്രേ അടിച്ചിട്ടാണ് കൊടുക്കുന്നതാണ് എയറോപോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് രീതികളുണ്ടല്ലോ. ഈ രണ്ട് രീതികളും എന്താണ്? വെർട്ടിക്കൽ ഫാമിങ്ങിന് എക്സാമ്പിളാണ്. പരിമിതമായ സ്ഥല സൗകര്യമുള്ള നഗരപ്രദേശങ്ങളിൽ പോലും ഇത് പ്രാവർത്തികമാക്കാം. കൃത്രിമമായ വെളിച്ചം, മഴയെയും വെയിലിനെയും പ്രതിരോധിക്കുന്ന മറ തുടങ്ങിയ അനുബന്ധ സംവിധാനങ്ങൾ ഒരുക്കിയാൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കണക്കിലെടുക്കാതെ കൃഷി ചെയ്യാം എന്നതാണ് ഇതിൻ്റെ പ്രധാന നേട്ടം.
ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ ഫാമിംഗ് എന്നത് ക്ലിയർ ആയല്ലോ. ലംബമായി അടുക്കിയിരിക്കുന്ന പാളികളിൽ വിളകൾ വളർത്തുന്ന ഒരു നൂതന കാർഷിക രീതിയാണ് വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും ഒക്കെ. സ്ഥലമില്ലാത്തവർക്ക് സ്ഥല പരിമിതി മറികടക്കുന്നതിനായിട്ടാണ് ഈ വെർട്ടിക്കൽ ഫാമിംഗ് നടത്തുന്നത്. ഇനി വളപ്രയോഗം. സസ്യപോഷകങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. സസ്യങ്ങൾക്ക് ആവശ്യമായ മൂലകങ്ങൾ മണ്ണിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇതിൽ നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മെഗ്നീഷ്യം, സൾഫർ എന്നിവ കൂടിയ അളവിൽ ആവശ്യമായ മൂലകങ്ങളെയാണ് മാക്രോ ന്യൂട്രിയൻറ്റുകൾ എന്ന് പറയുന്നത്. എന്താണ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് വെച്ചാൽ നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മെഗ്നീഷ്യം, സൾഫർ എന്നിവ കൂടിയ അളവിൽ ആവശ്യമായിട്ടുള്ള മൂലകങ്ങളെയാണ്. കൂടിയ അളവിൽ ആവശ്യമായ മൂലകങ്ങളാണ്. എന്നിവ കൂടുതൽ അളവിൽ വേണം. അതായത് ഈ മാക്രോ ന്യൂട്രിയൻറ്റുകൾ എന്ന് പറയുന്നതാണ് നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മെഗ്നീഷ്യം, സൾഫർ. ഇവ സസ്യങ്ങൾക്ക് കൂടുതലായിട്ട് ആവശ്യമുള്ളതാണ്. ഇതിനെ എന്താ വിളിക്കുന്ന മാക്രോ ന്യൂട്രിയൻസ് എന്നാണ് അല്ലേ. എന്നാൽ ബേരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ്, ഇരുമ്പ്, മോളിബ്ഡനം, ക്ലോറിൻ, നിക്കൽ തുടങ്ങിയ മൂലകങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ. ഇവയാണ് മൈക്രോ ന്യൂട്രിയൻറ്റുകൾ എന്ന് പറയുന്നത്. അതായത് മാക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. മാക്രോ ന്യൂട്രിയൻസ് എന്ന് വെച്ചാൽ എന്താണ്? മാക്രോ എന്ന് വെച്ചാൽ എന്താണ്? കൂടുതൽ ആവശ്യമുണ്ട്. അതായത് നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മെഗ്നീഷ്യം, സൾഫർ എന്നിവ കൂടുതലായിട്ട് ആവശ്യമുണ്ട് സസ്യങ്ങൾക്ക്. എന്നാൽ ബേരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ്, ഇരുമ്പ്, മോളിബ്ഡനം, ക്ലോറിൻ, നിക്കൽ എന്നിവയൊക്കെ കുറച്ച് ആവശ്യമുള്ളൂ. ഇതിനെയാണ് മൈക്രോ ന്യൂട്രിയൻറ്റുകൾ എന്ന് പറയുന്നത്. മൈക്രോ ന്യൂട്രിയൻറ്റുകൾ എന്ന് പറയുന്നത്. വിളകൾക്ക് വളരാൻ ആവശ്യമായ എല്ലാ മൂലകങ്ങളുടെയും ലഭ്യത ഉറപ്പുവരുത്താനാണ് ഈ വളപ്രയോഗം നടത്തുന്നത്. നടീലിന് മുമ്പോ ശേഷമോ ചില വളങ്ങൾ കൃഷിയിടത്തിൽ വിതറുന്നു. മറ്റു ചിലവ ചെടികളുടെ വേരുകൾക്ക് സമീപം നൽകുന്നു. ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ ഇലകളിൽ തളിക്കുകയും മറ്റു ചിലവ വെള്ളത്തിൽ കലർത്തി വിളകളിൽ സ്പ്രേ ചെയ്യാറുമുണ്ട്. വിളയുടെയും മണ്ണിൻ്റെയും തരം അനുസരിച്ച് വ്യത്യസ്ത രീതികൾ ഉപയോഗിക്കുന്നത് മികച്ച വിളവ് ഉറപ്പാക്കുന്നു. ഇനി നമുക്ക് നോക്കി നോക്കാം. വളങ്ങൾ കൃത്രിമ വളങ്ങളും നാനോ വളങ്ങളും ജീവാണു വളങ്ങളും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഇതിൽ എന്താണ്? ജൈവവളങ്ങളാണ് ജൈവ അവശിഷ്ടങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലേ. മണ്ണിൻ്റെ ഘടനയ്ക്കോ വിഘാടകർക്കോ ദോഷം ചെയ്യുന്നില്ല. വിഘാടകർ ഇവയിൽ നിന്ന് സ്വതന്ത്രമാക്കുന്ന പോഷകങ്ങളാണ് സസ്യങ്ങൾക്ക് ലഭിക്കുക. പോഷകങ്ങൾ അളവിൽ കുറവായിരിക്കും. വിഘടന പ്രക്രിയയ്ക്ക് കാലതാമസമെടുക്കും. അപ്പോൾ ജൈവവളങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ജൈവ അവശിഷ്ടങ്ങളാണ് അല്ലേ. അതായത് മണ്ണിൻ്റെ ഘടനയ്ക്കോ അതുപോലെ തന്നെ വിഘാടകർക്കൊന്നും ഇത് ദോഷം ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇവയിൽ നിന്നും സ്വതന്ത്രമാക്കുന്ന പോഷകങ്ങളാണ് സസ്യങ്ങൾക്ക് ലഭിക്കുന്നത്. വിഘാടകരിൽ നിന്നും സ്വതന്ത്രമാക്കുന്ന പോഷകങ്ങളാണ് ലഭിക്കുക. ഇത് പക്ഷേ കിട്ടുന്നതിനായിട്ട് കുറച്ചധികം സമയമെടുക്കുമെന്ന് പറയുന്നു. പോഷകങ്ങളുടെ അളവും കുറവായിരിക്കും. ഇനി എന്താണ് ജീവാണുവളം എന്ന് വെച്ചാൽ? ജീവാണുവളത്തിന് എക്സാമ്പിളാണ് റൈസോബിയം, അസ്പോസ്പെറല്ലം, മൈക്കോറൈസ. ഇതൊക്കെയാണ് റൈസോബിയം, അസ്പോസ്പെറില്ലം അതുപോലെ തന്നെ മൈക്കോറൈസ എന്നിവ ജീവാണുവളങ്ങൾക്ക് എക്സാമ്പിളാണ്. നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവയുടെ സ്ഥിരീകരണത്തിന് സഹായിക്കുന്ന സൂക്ഷ്മജീവികളെ മണ്ണിൽ ചേർക്കുന്നു. ഇവയെന്ന് ചെയ്യുന്നത് നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവയുടെ സ്ഥിരീകരണത്തിന് സഹായിക്കുന്ന സൂക്ഷ്മജീവികളെ മണ്ണിൽ ചേർക്കുന്നു. മണ്ണിൻ്റെ ഘടനയ്ക്കും വിഘാടകർക്കും ദോഷം ചെയ്യുന്നില്ല. ഇവിടെ മണ്ണിൻ്റെ ഘടനയ്ക്കും വിഘാടകർക്കും ദോഷം ചെയ്യുന്നില്ല. നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവയുടെ സ്ഥിരീകരണത്തിന് സഹായിക്കുന്ന സൂക്ഷ്മജീവികളെയാണ് മണ്ണിൽ ചേർക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നാനോ വളങ്ങളാണ്. നാനോ വളങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? നാനോ യൂറിയ, അതുപോലെ തന്നെ നാനോ ഫോസ്ഫേറ്റ്, നാനോ മെഗ്നീഷ്യം സൾഫേറ്റ് എന്നിവയാണ് നാനോ വളങ്ങൾ. ഇതൊക്കെയാണ് നാനോ യൂറിയ, നാനോ ഫോസ്ഫേറ്റ്, നാനോ മെഗ്നീഷ്യം സൾഫേറ്റ്. നാനോ കണിക രൂപത്തിലുള്ള കൃത്രിമ വളങ്ങളാണ് ഇവ എന്ന് പറയുന്നതാണ്. നാനോ കണിക രൂപത്തിലുള്ള കൃത്രിമ വളങ്ങളാണ്. സസ്യങ്ങൾക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ കഴിയും. മറ്റു വളങ്ങളെ അപേക്ഷിച്ച് വളരെ ചുരുങ്ങിയ അളവിൽ മതിയാകും. കൃത്രിമ വളങ്ങളെ പോലെ മണ്ണിൻ്റെ രാസഘടനയെ മാറ്റുന്നില്ല. അപ്പോൾ ഈ നാനോ വളങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? നാനോ കണിക രൂപത്തിൽ നൽകുന്നവയാണ് കൃത്രിമ വളങ്ങൾ എന്ന് പറയുന്നത്. ഈ നാനോ വളങ്ങൾ എന്ന് പറയുന്നത് സസ്യങ്ങൾക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ മറ്റു വളങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയ അളവിൽ മതിയാകും. കുറച്ച് അളവ് മതി. അതുപോലെ തന്നെ കൃത്രിമ വളങ്ങളെ പോലെ തന്നെ മണ്ണിൻ്റെ രാസഘടനയെ ഇതും മാറ്റുന്നില്ല. ഇനി കൃത്രിമ വളങ്ങൾ ഏതൊക്കെയാണ്? അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ, അമോണിയം സൾഫേറ്റ് എന്നിവ കൃത്രിമ വളങ്ങളാണ്. അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ, അമോണിയം സൾഫേറ്റ് എന്നിവ കൃത്രിമ വളങ്ങളാണ്. മണ്ണിലെ പോഷകമൂല്യം വർദ്ധിപ്പിക്കുവാനായി കൃത്രിമമായി നിർമ്മിച്ച് ഉപയോഗിക്കുന്നതാണ് ഇവയെ. എന്താണ്? മണ്ണിലെ പോഷകമൂല്യം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കൃത്രിമമായിട്ട് നിർമ്മിച്ച് ഉപയോഗിക്കുന്നവയാണ്. സസ്യങ്ങൾക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ കഴിയും. അമിതമായ വളപ്രയോഗം മണ്ണിൻ്റെ ഘടനയ്ക്കും വിഘാടകർക്കും ദോഷം ചെയ്യും. നന്നായിട്ട് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? മണ്ണിൻ്റെ ഘടനയ്ക്കും വിഘാടകർക്കും ദോഷം ചെയ്യുന്നുണ്ട്.
ഇനി എന്താണ് ലീഫ് കളർ ചാർട്ട് എന്ന് വെച്ചാൽ എന്താണ് ലീഫ് കളർ ചാർട്ട്? ധാന്യവിളകളിൽ നൈട്രജന്റെ ലഭ്യത എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ലീഫ് കളർ ചാർട്ട്. എത്രത്തോളം നൈട്രജൻ ഉണ്ടെന്ന് നോക്കുന്നതിനായിട്ടല്ലേ. ചെടികളുടെ ഇലകളുടെ നിറം പ്രമാണ ചിത്രവുമായി താരതമ്യപ്പെടുത്തി നൈട്രജൻ വളങ്ങൾ എത്രത്തോളം ചേർക്കേണ്ടതുണ്ട് എന്ന് കണ്ടെത്തുവാൻ ഇത് സഹായിക്കുന്നു. അപ്പോൾ ഈ ഒരു ചാർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ എവിടെ എത്ര കുറവുണ്ടോ എത്രയാണ് ആവശ്യമുള്ളതെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് നൈട്രജൻ വളങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും. ഇളം പച്ച നിറം നൈട്രജന്റെ കുറവാണ് സൂചിപ്പിക്കുന്നത്. ഇളം പച്ച നിറമാണ് കിട്ടുന്നതെങ്കിൽ എന്താണ് നൈട്രജന്റെ കുറവാണ്. എന്നാൽ കടും പച്ച നിറമാണെങ്കിൽ നൈട്രജന്റെ അളവ് കൂടുതലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നാടൻ ഇനങ്ങൾ പ്രാദേശിക പരിസ്ഥിതിയോട് ഇണങ്ങി വളർന്നവയായിരിക്കും. അവ ആ പ്രദേശത്തുള്ള കീടങ്ങൾക്കും രോഗങ്ങൾക്കുമെതിരെ സ്വാഭാവികമായും പ്രതിരോധം ആർജിച്ചിരിക്കുന്നതിനാൽ കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കാം. പ്രാദേശിക പരാഗണകാരികളായ പ്രാണികളെ നിലനിർത്തുക വഴി പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്കും ഗുണകരമാണ്. വളങ്ങളും വളരെ കുറച്ച് മാത്രം മതി എന്നതിനാൽ ചെലവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി മികച്ച വിളവിന് മേന്മയുള്ള നടീൽ വസ്തുക്കൾ. ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴേ മെച്ചപ്പെട്ട വിളവ് ലഭിക്കുകയുള്ളൂ. നോക്കി നടീൽ വസ്തുക്കൾ എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? ബഡ്ഡിങ്, ഗ്രാഫ്റ്റിംഗ്, GM വിള, ലെയറിംഗ്, വർഗ്ഗസങ്കരണം, ടിഷ്യൂ കൾച്ചർ. ഏതൊക്കെയാണ് നടീൽ വസ്തുക്കൾ? ഏതൊക്കെയാണ്? ബഡ്ഡിംഗ്, ലെയറിംഗ്, വർഗ്ഗസങ്കരണം, ടിഷ്യൂ കൾച്ചർ, GM വിള, ഗ്രാഫ്റ്റിംഗ്. ഏതൊക്കെയാണ് നടീൽ വസ്തുക്കൾ? ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്, ലെയറിംഗ്, വർഗ്ഗസങ്കരണം, ടിഷ്യൂ കൾച്ചർ, GM വിള. ഇനി പല പോഷക ഘടകങ്ങൾ അടങ്ങിയ അരി തരുന്ന നെൽച്ചെടി ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അതായത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ജനിതക എഞ്ചിനീയറിംഗ് വഴി വികസിപ്പിക്കുന്ന വിളകളെ കുറിച്ചിട്ടാണ്. എന്താണ് GM വിളകൾ അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്ന് വെച്ചാൽ എന്താണ് GM വിളകൾ? ജനിതക എഞ്ചിനീയറിംഗ് വഴി ജനിതക ഘടനയിൽ മാറ്റം വരുത്തി വിളകളിൽ പുതിയ സ്വഭാവ സവിശേഷതകൾ ഉൾച്ചേർക്കാൻ സാധിക്കും. ജനിതക എഞ്ചിനീയറിംഗ് വഴി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഒരു വിളകളിൽ പുതിയ സ്വഭാവ സവിശേഷതകൾ കൂട്ടിച്ചേർക്കാനായിട്ട് പറ്റും. അതായത് എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട് അല്ലേ. ഇപ്പം പല പോഷകഘടകങ്ങളുള്ള അരി കിട്ടുകയാണെങ്കിൽ എന്ത് സുഗമമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ജനിതക എഞ്ചിനീയറിംഗ് വഴി നമുക്ക് പുതിയ സ്വഭാവ സവിശേഷതകളെ ഉൾച്ചേർക്കാനായിട്ട് സാധിക്കും. ഇനി കീടബാധ ചെറുക്കുന്ന പരുത്തി ചെടി, കളനാശിനികളെ പ്രതിരോധിക്കുന്ന സോയാബീൻ, വൈറ്റമിൻ A ധാരാളം അടങ്ങിയ നെല്ലിനങ്ങൾ എന്നിവ ഇത്തരം വിളകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ജനിതക എഞ്ചിനീയറിംഗ് വഴി വികസിപ്പിച്ചെടുത്തുള്ള വിളകളാണ് കീടബാധ ചെറുക്കുന്ന പരുത്തി ചെടി, കളനാശിനികളെ പ്രതിരോധിക്കുന്ന സോയാബീൻ, വൈറ്റമിൻ A എന്നിവ. ഇനി എന്താണ് ടിഷ്യൂ കൾച്ചർ? മാതൃസസ്യത്തിൻ്റെ അതേ ഗുണസവിശേഷതകളുള്ള ധാരാളം സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിധിയാണ് ടിഷ്യൂ കൾച്ചർ. എന്താണ്? മാതൃസസ്യത്തിൻ്റെ അതേ ഗുണസവിശേഷതകളുള്ള ധാരാളം സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിധിയാണ് ടിഷ്യൂ കൾച്ചർ. സസ്യത്തിൻ്റെ അനുയോജ്യമായ ഭാഗത്തു നിന്നും കലകളെ വേർതിരിച്ചെടുത്ത് പ്രത്യേക പോഷക മാധ്യമത്തിൽ വളർത്തിയാണ് തൈച്ചെടികളെ ഉണ്ടാക്കുന്നത്. സസ്യത്തിൻ്റെ അനുയോജ്യമായ ഭാഗത്തു നിന്ന് കലകളെ വേർതിരിച്ചെടുത്ത് പ്രത്യേക പോഷക മാധ്യമത്തിൽ വളർത്തിയിട്ടാണ് തൈച്ചെടികൾ ഉണ്ടാക്കുന്നത്. അതിന് എക്സാമ്പിളാണ് എന്തൊക്കെ? ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ്, ലെയറിംഗ്, ടിഷ്യൂ കൾച്ചർ എന്നിവയൊക്കെ. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സയൻസ് 5ാം ക്ലാസ്സിൽ സയൻസിലൊക്കെ പഠിക്കുന്നതാണ്. നമുക്ക് അത്രയും ഡീപ്പായിട്ടുള്ള വേണം നമുക്ക്, പക്ഷെ അത് സയൻസ് ഭാഗത്ത് നമുക്ക് പഠിക്കാം കേട്ടോ. ഇനി എന്താണ് ജലവിനിയോഗം എന്ന് വെച്ചാൽ? നോക്കിയേ, നിങ്ങൾ പച്ചക്കറി കൃഷിയൊക്കെ മതിയാക്കി ഒന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ പറയാണ് ചിലപ്പോൾ തോരാത്ത മഴ, ചിലപ്പോൾ തുള്ളി വെള്ളം പോലും ഇല്ലാത്ത വരൾച്ച. അപ്പോൾ അതായത് ജലത്തിൻ്റെ ബുദ്ധിമുട്ടാണ് ഇവിടെ പറയുന്നത് അല്ലേ. ഇനി ഹരിതഗൃഹം. എന്താണ് ഹരിതഗൃഹം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എന്ന് വെച്ചാൽ? മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ കൃഷി ചെയ്യാൻ സഹായിക്കുന്ന സംവിധാനമാണ് എന്ന് പറയുന്ന ഹരിതഗൃഹം എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക്, നൈലോൺ, പോളി എത്തിലീൻ തുടങ്ങിയ ഷീറ്റുകൾ ഉപയോഗിച്ചാണ് ഹരിതഗൃഹം നിർമ്മിക്കുന്നത്. എന്താണ്? പ്ലാസ്റ്റിക്, നൈലോൺ, പോളി എത്തിലീൻ തുടങ്ങിയ ഷീറ്റുകൾ ഉപയോഗിച്ചാണ് ഹരിതഗൃഹം നിർമ്മിക്കുന്നത്. എല്ലാ ഭാഗത്തും മറയുള്ളതിനാൽ കീടരോഗബാധ കുറയ്ക്കാനും ഇതിലൂടെ കഴിയും. എന്താ പറയുന്നത്? അപ്പോൾ പ്ലാസ്റ്റിക്, നൈലോൺ, പോളി എത്തിലീൻ ഉപയോഗിച്ച് ഷീറ്റുകൾ ഉപയോഗിച്ചിട്ട് ഹരിതഗൃഹം നിർമ്മിക്കുന്നുണ്ട്. ഇത് എന്ന് വെച്ചാൽ മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ സഹായകമാണ്. എല്ലാ ഭാഗത്തും മറയുള്ളതിനാൽ തന്നെ കീടരോഗബാധ ചെറുക്കുവാനും ഇതിലൂടെ കഴിയും. ഇനി തുള്ളി നന.
ജലത്തെ തുള്ളികളായി വേരുപടലത്തിലേക്ക് വീഴ്ത്താൻ സഹായിക്കുന്ന പൈപ്പുകളും വാൽവുകളും ഉപയോഗിച്ചുള്ള ജലസേചന രീതിയാണ് തുള്ളിനന. എന്ന് വെച്ചാൽ എന്താണ്? ജലത്തെ തുള്ളികളായി വേരുപടലത്തിലേക്ക് വീഴ്ത്താൻ സഹായിക്കുന്ന പൈപ്പുകളും വാൽവുകളും ഉപയോഗിച്ചുള്ള ജലസേചന രീതിയാണ് തുള്ളിനന. ഇങ്ങനെ ചെയ്യുമ്പോൾ ജലനഷ്ടം പരമാവധി കുറയ്ക്കാം. എല്ലാ ചെടികൾക്കും ഒരുപോലെ ജലലഭ്യത ഉറപ്പുവരുത്തുവാനും കഴിയും. അപ്പോൾ എന്താണ് തുള്ളിനന എന്ന് വെച്ചാൽ? ജലത്തെ തുള്ളികളായി വേരുപടലത്തിലേക്ക് വീഴ്ത്താൻ സഹായിക്കുന്ന പൈപ്പുകളും വാൽവുകളും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള രീതിയാണ് തുള്ളിനന എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ജലനഷ്ടം പരമാവധി കുറയ്ക്കാം. എല്ലാ ചെടികൾക്കും ഒരേപോലെ ജലലഭ്യത ഉറപ്പുവരുത്താനും കഴിയും. നെക്സ്റ്റ് എന്താണ് തിരിനന എന്ന് വെച്ചാൽ? തിരിനന എന്ന് വെച്ചാൽ എന്താണ്? പരുത്തി തുണി കൊണ്ടുള്ള തിരിയുടെ സഹായത്താൽ ജലസ്രോതസ്സിൽ നിന്ന് ചെടികളുടെ വേരുപടലത്തിന് സമീപത്തേക്ക് ജലം നേരിട്ടെത്തിക്കുന്ന രീതിയാണിത്. തുള്ളിനനയേക്കാൾ കുറച്ച് ജലം മാത്രമേ ഇതിന് വേണ്ടി വരുന്നുള്ളൂ. തിരിനന എന്ന് വെച്ചാൽ പരുത്തി തുണി കൊണ്ടുള്ള തിരിയുടെ സഹായത്താലാണ് ഈ ചെടികളുടെ വേരുപടലത്തിലേക്ക് ജലം എത്തിക്കുന്നത്. തുള്ളിനനയേക്കാളും കുറച്ച് ജലം മാത്രമാണ് ഈ തിരിനനയിൽ വേണ്ടി വരുന്നത്. ഇനി എന്താണ് പുതയിടൽ എന്ന് വെച്ചാൽ? എന്താണ് പുതയിടൽ? ബാഷ്പീകരണ നിമിത്തമുള്ള ജലനഷ്ടം കുറയ്ക്കുവാൻ കരിയിലകൾ, വൈക്കോൽ എന്നിവ ഉപയോഗിച്ച് കൃഷിയിടങ്ങളിലെ മണ്ണിനെ ആവരണം ചെയ്യുന്ന പരമ്പരാഗത രീതിയാണ്. കളകളുടെ വളർച്ച കുറയ്ക്കുവാനും മണ്ണ് ജൈവസമ്പുഷ്ടമാക്കുവാനും ഇതിലൂടെ കഴിയും. അതായത് ബാഷ്പീകരണ നിമിത്തമുള്ള ജലനഷ്ടം കുറയ്ക്കുന്നതിനായിട്ട് ഈ വൈക്കോലും അതുപോലെ തന്നെ കരിയിലകളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ തന്നെ എന്തൊക്കെ കിട്ടും? കളകളുടെ വളർച്ച കുറയ്ക്കാൻ പറ്റും. ഇത് കളകളൊക്കെ വളരുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വളരുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കളയാനായിട്ട് പറ്റും അല്ലേ? വളർച്ച അധികം വളരില്ല. ഓക്കെ. അതുപോലെ തന്നെ ജൈവസമ്പുഷ്ടമാക്കാൻ പറ്റും. ഇതൊക്കെ വിഘടിച്ചിട്ട് എന്താണ്? മണ്ണ് ജൈവസമ്പുഷ്ടമാക്കുവാനും കഴിയും. നെക്സ്റ്റ് എന്താണ് കീടനിയന്ത്രണം? നോക്കി കായ് തുരപ്പൻ പയറിലുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ വെണ്ടയിലാണെങ്കിൽ ഇല ചുരുട്ടിപ്പുഴുണ്ടാവാം. അതുപോലെ തന്നെ വഴുതനയിലാണെങ്കിൽ എന്താണ്? തണ്ട് തുരപ്പൻ ഉണ്ടാവാം അല്ലേ? ഇതിനൊക്കെ നമ്മൾ പറഞ്ഞു. പ്രധാനപ്പെട്ട വളങ്ങൾ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഇനി എന്താണ് സംയോജിത കീടനിയന്ത്രണം എന്ന് വെച്ചാൽ? കീടനിയന്ത്രണത്തിന് വ്യത്യസ്തമായ മാർഗ്ഗങ്ങൾ നിലവിലുണ്ടെന്ന് അറിയാമല്ലോ. കീടങ്ങളുടെ സാന്ദ്രത, വിളകളുടെ സ്വഭാവം എന്നിവ കണക്കിലെടുത്ത് വേണം കീടനിയന്ത്രണ മാർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ കീടങ്ങളുടെ സാന്ദ്രത നോക്കണം, വിളകളുടെ സ്വഭാവം നോക്കണം. അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഏതാണ് കീടനിയന്ത്രണ മാർഗ്ഗം എന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാൻ. മുഴുവൻ കീടങ്ങളെയും കൊന്നെടുക്കുക എന്നതല്ല, വിളകൾക്ക് നാശനഷ്ടം ഉണ്ടാകാത്ത തരത്തിൽ അവയുടെ പേരുകൾ നിയന്ത്രിക്കുക എന്നതാണ് കർഷകരുടെ ആവശ്യം. അപ്പോൾ എല്ലാത്തിനും കൊല്ലണമെന്നില്ല. പക്ഷെ എന്താണ്? എല്ലാത്തിനെയും വളർച്ച ഒന്ന് കുറച്ചിട്ട് അത് വിളകൾക്കൊന്നും നാശം ഉണ്ടാകാതിരിക്കണമെന്നാണ് കർഷകരുടെ എന്ന് പറയുന്ന ആവശ്യം എന്ന് പറയുന്നത്. പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും ദോഷകരമായ കീടനാശിനികൾ എപ്പോഴും ഇതിനായി ഉപയോഗിക്കേണ്ടതില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും പരിസ്ഥിതിക്ക് ദോഷകരമാവുന്ന കാര്യങ്ങളൊന്നും കീടനാശിനികളൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. പലതരം വലകളും കിഴിങ്ങളും കൊണ്ടുള്ള യാന്ത്രിക കീടനിയന്ത്രണ മാർഗ്ഗങ്ങൾ, അതായത് വലകളും കിഴികളും കൊണ്ടുള്ള യാന്ത്രിക കീടനിയന്ത്രണ മാർഗ്ഗങ്ങൾ, മിത്രകീടങ്ങൾ, കീടബാധ ചെറുക്കാൻ കഴിവുള്ള വിത്തിനങ്ങളുടെ കൃഷി എന്നിവയിലൂടെ കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്ന രീതിയാണ് സംയോജിത കീടനിയന്ത്രണം എന്ന് പറയുന്നത്. എന്താണ് സംയോജിത കീടനിയന്ത്രണം? എന്താണ്? പലതരം വലകളും കെണികളും കൊണ്ടുള്ള യാന്ത്രിക കീടനിയന്ത്രണ മാർഗ്ഗങ്ങൾ, മിത്രകീടങ്ങൾ, കീടബാധ ചെറുക്കാൻ കഴിവുള്ള വിത്തിനങ്ങളുടെ കൃഷി എന്നിവയിലൂടെ കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്ന രീതിയാണ് സംയോജിത കീടനിയന്ത്രണം എന്ന് പറയുന്നത്. കീടങ്ങൾ പെരുകുകയും വിളനഷ്ടമുണ്ടാകാൻ സാധ്യതയേറുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിർദ്ദേശിക്കപ്പെട്ട അളവിൽ മുൻകരുതലുകൾ പാലിച്ചും വേണം കീടനാശിനികൾ ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് എന്താണ് സംയോജിത കൃഷി? സംയോജിത കൃഷി എന്ന് വെച്ചാൽ നമുക്ക് ഒരു കൃഷി ചെയ്യുമ്പോൾ തന്നെ അതിനടുത്തായിട്ട് വേറെ കൃഷി ചെയ്യുകയാണെങ്കിൽ എന്താണ്? രണ്ടിനും ഉപയോഗപ്പെടും. അതായത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സസ്യപരിപാലനത്തിനോടൊപ്പം പക്ഷികൾ, മത്സ്യങ്ങൾ, മൃഗങ്ങൾ എന്നിവയെ വളർത്തുന്നതും എന്ന് തന്നെയാണ് കൃഷി തന്നെയാണ്. ഇപ്രകാരം വൈവിധ്യമാർന്ന ജീവികളെ ഒരുമിച്ച് പരിപാലിക്കുന്നതാണ് സംയോജിത കൃഷി. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സംയോജിത കൃഷി തന്നിട്ടുണ്ട്. പച്ചക്കറി കൃഷി നടത്താണ്. അപ്പോൾ ഈ പച്ചക്കറി കൃഷി നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള വളങ്ങൾ കോഴിയുടെ നിന്നും താറാവിൽ നിന്നും നമുക്ക് കിട്ടാം. കാലി വളർത്തൽ നടത്തുമ്പോൾ കാലി വളർത്തലിൽ നിന്നും വളം പച്ചക്കറിയിലിടാം. അതുപോലെ തന്നെ പച്ചക്കറിയിൽ നിന്ന് കിട്ടുന്നത് ആർക്കാണ്? കാലികൾക്കും അല്ലേ? കാരണം കാലികൾക്കും അതുപോലെ തന്നെ കോഴിക്കും താറാവിനും തീറ്റയായിട്ട് കൊടുക്കാനായിട്ട് പറ്റും അല്ലേ? അതുപോലെ തന്നെയാണ് നെൽകൃഷിയില്ലേ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് സഹായിക്കുന്നുണ്ട് അല്ലേ? രണ്ടുപേർക്കും ഉപകാരപ്രദമാകുന്നുണ്ട്. ഇതിനെയാണ് എന്ന് പറയുന്നത് സംയോജിത കൃഷി എന്ന് പറയുന്നത്. ഇനി സ്മാർട്ട് ഫാമിംഗ്. ആധുനിക സാങ്കേതിക വിദ്യകൾ കൃഷിയിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതാണ് സ്മാർട്ട് ഫാമിംഗ്. അതായത് നമുക്ക് പ്രധാനമായിട്ടും ഏതൊക്കെയാണ് സ്മാർട്ട് ഫാമിംഗിൽ വരുന്നത്? AI നിർമ്മിത ബുദ്ധി. അതായത്
വിളകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, വിവരങ്ങൾ എന്നിവ പങ്കുവെച്ച് നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ പ്രശ്നപരിഹാര മാർഗങ്ങൾ കണ്ടെത്താൻ കഴിയും. അതാണ് നിർമ്മിത ബുദ്ധി എന്ന് വെച്ചാൽ എന്താണ്? വിളകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, വിവരങ്ങൾ എന്നിവ പങ്കുവെച്ച് നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ പ്രശ്നപരിഹാരങ്ങൾ കണ്ടെത്താം. നെക്സ്റ്റ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് വെച്ചാൽ എന്താണ്? സെൻസറുകളുടെ സഹായത്താൽ ജലാംശം, ഫലഭൂയിഷ്ഠത, കീടബാധ എന്നിവ തിരിച്ചറിഞ്ഞ് യന്ത്രസഹായത്താൽ പ്രശ്നപരിഹാര സംവിധാനം ഒരുക്കുന്നു. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് വെച്ചാൽ എന്താണ്? സെൻസറുകളുടെ സഹായത്താൽ ജലാംശം, ഫലഭൂയിഷ്ഠത, കീടബാധ എന്നിവ തിരിച്ചറിഞ്ഞ് യന്ത്രസഹായത്താൽ പ്രശ്നപരിഹാര സംവിധാനം ഒരുക്കുന്നു. നെക്സ്റ്റ് എന്താണ് ഹൈഡ്രോപോണിക്സ്? എന്ന് നേരത്തെ പറഞ്ഞു. ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്മാർട്ട് ഫാമിംഗ് തന്നെയാണ്. പോഷകലായനിയിൽ സസ്യങ്ങളെ വളർത്തുകയും പോഷകലായനിയിലെ സസ്യങ്ങളെ വളർത്തുന്നു. സെൻസറുകളുടെ സഹായത്താൽ പോഷകങ്ങളുടെ അളവ് തിരിച്ചറിഞ്ഞ് ആവശ്യാനുസരണം ലഭ്യമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഹൈഡ്രോപോണിക്സിൽ എന്താണ്? ഇവിടെ സസ്യങ്ങൾ ഈ പോഷകലായനിയിലെ സസ്യങ്ങളെ വളർത്തിയിട്ട് സെൻസറുകളുടെ സഹായത്തിൽ എത്രത്തോളം പോഷകങ്ങൾ വേണമെന്ന് നോക്കിയിട്ട് നമുക്കതിനനുസരിച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി എന്താണ് എയ്റോപോണിക്സ്? വായുവിലേക്ക് വളർന്നു നിൽക്കുന്ന വേരുകളിലേക്ക്, വായുവിലേക്കാണ് വളർന്നു നിൽക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ? എന്ത് ഈ എയ്റോപോണിക്സിലാണെന്നുണ്ടെങ്കിൽ വേരുകളൊക്കെ എന്താണ്? വായുവിലേക്കാണ് വളർന്നു നിൽക്കുന്നത്. അതിലേക്ക് ജലവും പോഷകങ്ങളും യഥാസമയം സെൻസറുകളുടെ സഹായത്തിൽ ലഭ്യമാക്കുന്നു. അപ്പോൾ പ്രധാനമായിട്ടും വരുന്ന സ്മാർട്ട് ഫാമിംഗ് ആണ്. സ്മാർട്ട് ഫാമിംഗ് ആണ്. സ്മാർട്ട് ഫാമിംഗ് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. AI ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അതിലെന്താണ് കുറവെന്നൊക്കെ. അതുപോലെ തന്നെ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഹൈഡ്രോപോണിക്സ്, എയ്റോപോണിക്സ് ഒക്കെ ഇതിനെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇനി എന്താണ് വിപണനം? എന്താണ് വിപണനം എന്ന് വെച്ചാൽ കൃഷി മാത്രം സ്മാർട്ടായിട്ട് കാര്യമില്ല, നമുക്കത് വിൽക്കണം അല്ലേ? വിത്തിറക്കുന്നത് മുതൽ വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ ഉപഭോക്താക്കൾക്ക് നേരിൽ കാണാനുള്ള സംവിധാനം ഒരുക്കിയാൽ ഉൽപ്പന്നങ്ങളുടെ വിശ്വാസ്യതയും വിപണി മൂല്യവും വർദ്ധിപ്പിക്കുവാൻ കഴിയും. കൃഷിയിടങ്ങളിലെ സെൻസറുകൾ, ഡ്രോണുകൾ, AI ക്യാമറകൾ എന്നിവയിലൂടെ ഇത് എളുപ്പത്തിൽ സാധ്യമാക്കാം. ഉൽപ്പന്നങ്ങളെ ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കളിലേക്ക് നേരിട്ടെത്തിക്കാനും ഇതിനാകും. ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ ആഗോള വിപണന സാധ്യത വർദ്ധിപ്പിക്കുവാനും ഇതിലൂടെ സാധിക്കും. അപ്പോൾ ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? ഭൗമസൂചിക പദവി കൊടുക്കുന്നത് എങ്ങനെയാണ്? കൃഷി ചെയ്യുന്ന ഭൂപ്രദേശത്തിന്റെ സവിശേഷതയ്ക്കനുസരിച്ച് ഉൽപ്പന്നങ്ങളുടെ രുചി, നിറം, മണം, പോഷക ഗുണം എന്നിവയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചില പ്രദേശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഭൗമസൂചിക പദവി ലഭിക്കുന്നത്. ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ അധിക മൂല്യം ലഭിക്കും. അപ്പോൾ ഭൗമസൂചിക പദവി ലഭിക്കാന്ന് വെച്ചാൽ ഓരോ കൃഷിയിടത്തും ഓരോ സ്ഥലത്തും കൃഷി ചെയ്യുന്ന ഭാഗങ്ങളിലെ ഭൂപ്രകൃതിയും അതുപോലെ തന്നെ അവിടുത്തെ മണ്ണൊക്കെ അനുസരിച്ചിട്ട് എന്താണ് ഈ വിളകളിലെ രുചിയിലാണെങ്കിലും നിറത്തിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മണത്തിലും പോഷകഗുണങ്ങളിലൊക്കെ വ്യത്യാസമുണ്ടാകാം. അങ്ങനെ ഏറ്റവും നല്ല വിളയ്ക്കാണെന്ന് കൊടുക്കുന്നത് ഭൗമസൂചിക പദവി ലഭിക്കുന്നില്ലേ? അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതാണ് പിന്നീട് കൂടുതലായിട്ട് അങ്ങനെ എന്താണ് ഇപ്പോൾ കുറച്ച് അധികം പരസ്യങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ആളുകളിലേക്ക് എത്തിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായാലും കൂടുതലായിട്ടും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? വിറ്റ് പോകാനായിട്ട് കഴിയും അല്ലേ? അതാണ് പറയുന്നത്. ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ള കുറച്ച് ഇതാണ് പറയുന്നത്. പാലക്കാടൻ മട്ടയരി, മലബാർ കുരുമുളക്, കുറ്റ്യാട്ടൂർ മാങ്ങ, കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി, തിരൂർ വെറ്റില എന്നിവയൊക്കെ എന്താണ് ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ളതാണ്. പാലക്കാടൻ മട്ടയരി, മലബാർ കുരുമുളക്, കുറ്റ്യാട്ടൂർ മാങ്ങ, കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി, തിരൂർ വെറ്റില. ഇനി നെക്സ്റ്റ് പറയുന്നത് കൃഷിയിലെ വൈവിധ്യമാണ്. നോക്കി നോക്കിയേ, ഇവിടെ നമുക്ക് ഇലവാഴ കൃഷി, ഉദ്യാന കൃഷി, പക്ഷി വളർത്തൽ, പക്ഷികൾ, അതുപോലെ തന്നെ ഔഷധ സസ്യ കൃഷി, വെറ്റില കൃഷി, പുഷ്പകൃഷി, അലങ്കാര മത്സ്യകൃഷി, ഓമന മൃഗങ്ങളെ വളർത്തുന്നതിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ കൃഷി എന്ന് വെച്ചാൽ എന്താണ്? ഭക്ഷ്യവസ്തുക്കൾ മാത്രം ഉൽപ്പാദിപ്പിക്കുന്നതല്ല. ഏത് ഉദ്യാന കൃഷി എന്ന ഇതിൽ വരുന്നതാണ്, കൃഷിയിൽ വരുന്നതാണ് അല്ലേ? നമ്മൾ ഭക്ഷ്യവസ്തുക്കൾ മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നതാണ് കൃഷി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, പക്ഷി വളർത്തൽ എന്ന് പറയുന്ന ഒരു കൃഷി തന്നെയാണ്. അതുപോലെ തന്നെ ഔഷധ സസ്യ കൃഷി എന്ന് പറയുന്നത് തന്നെയാണ് ഒരു കൃഷി തന്നെയാണ്. ഓമന മൃഗങ്ങളെ വളർത്തുന്നത്, അലങ്കാര മത്സ്യകൃഷിയൊക്കെ എന്താണ്? കൃഷി തന്നെയാണ്. അതാണ് പറയുന്നത് കേട്ടോ. ഇനി കർഷകർക്കായിട്ട് മൊബൈൽ ആപ്പുകളുണ്ട്. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, കീടരോഗബാധ മുന്നറിയിപ്പുകൾ, കൃഷി സംബന്ധിയായ വിദഗ്ധോപദേശങ്ങൾ, വില നിലവാരം, കർഷകർക്കുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവയൊക്കെ ലഭിക്കുന്ന പല ആപ്പുകളും ഉണ്ട്. ഓക്കെ, ഇത്രയൊക്കെയാണ് എന്തിൽ വരുന്നത്? ഈ കേരള ജോഗ്രഫിയുമായിട്ട്, കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന SCERT ചാപ്റ്റേഴ്സ്. ഈ 2 ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിക്കാം. ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.